ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തീ പോലും കത്തിക്കാണ്ട് വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചപ്പുളി രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചൂട് ചോറും ഇതുപോലൊരു രസവും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും തന്നെ നമുക്ക് സൈഡായിട്ട് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പച്ചപ്പുളി രസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. കൂടെ ഇതിനോടൊപ്പം വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളകും കൂടി, മുഴുവൻ കുരുമുളക്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല രീതിക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇതാണ് നമ്മുടെ കുരുമുളകും ജീരകവും എല്ലാം നല്ല രീതിക്ക് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അതുപോലെ ഒരു 7-8 വെളുത്തുള്ളി അല്ലിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം. കൂടെ പിന്നെ ഇതിനോടൊപ്പം വേണ്ടത് ചെറിയുള്ളിയാണ്. 10 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. കൂടെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കാന്താരി മുളക് എടുക്കാം. പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് മാത്രം ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഒരുപാട് സ്മൂത്തായിട്ട് നമുക്കിത് ചതയ്ക്കേണ്ട ആവശ്യമായിട്ടില്ല. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി വേണ്ടത് പുളിയാണ്. വാളൻ പുളി. അത്യാവശ്യം വലിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഈ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ചേർക്കാം. ഇനി നമ്മുടെ ഈ പുളിയിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2.5 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർക്കാം. കൂടെ നമ്മുടെ രസത്തിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 പിഞ്ചളവിലെ കായപ്പൊടിയും ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചപ്പുളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചോറിനോടൊപ്പം ഇതുപോലൊരു പച്ചപ്പുളി രസമോ കൂടെ സൈഡിലിട്ടൊരു അച്ചാറോ അല്ലാന്നുണ്ടെങ്കിൽ അല്പം പപ്പടമോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. വയറ് നിറയെ ചോറുണ്ടിട്ട് പിന്നെ ലാസ്റ്റിൽ ഇതുപോലൊരു പച്ചപ്പുളി രസം കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനും ഇല്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ ഇത്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ രസം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.